ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയത് കുറേ ആയി. ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോകണം, മോന് എപ്പോഴും വിളിക്കും. അങ്ങനെ പോയപ്പോൾ അമ്മായി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ് കേട്ടോ, ചിക്കൻ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഞാനിത് ഓൾറെഡി യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അങ്ങനെ അമ്മായി അത് ഉണ്ടാക്കുമ്പോൾ എന്നോട് പറഞ്ഞു, വാ വീഡിയോ എടുത്തോന്ന്. എൻ്റെ ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു പേഴ്സണാലിറ്റിയാണ് കേട്ടോ. കാരണം ലൈഫിന് ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ആൻറ്റിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ലൈഫിൽ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ പൊട്ടിത്തെറിച്ചയിലേക്ക് പോവാം കേട്ടോ. അത് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഈ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അത് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കോട്ട് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമുക്ക് ഉള്ളിൽ ചിക്കൻ വേവാൻ കുറച്ച് ടൈമുണ്ടല്ലോ, അപ്പോൾ പുറത്തുള്ള കോട്ടിങ് പെട്ടെന്ന് വേവും. അപ്പോൾ അത് കരിഞ്ഞ് പോവാതെ ഇരിക്കണം, ഉള്ളിലുള്ളത് വേവ് വേണം. അപ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്ക് സാവധാനം വേവിച്ചെടുക്കാം. ഒരു ബ്രോസ്റ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്താണ് ഞാൻ പറയണത്. നിങ്ങളത് തയ്യാറാക്കി നോക്കുമ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ നല്ല ഒരു അടിപൊളി സംഭവമാണ്. അപ്പം അത് കുറച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. ഒന്നുമില്ല, സാധാരണ മസാല തേച്ച് ചിക്കനിലേക്ക് ഈ സമോസ ഷീറ്റിൻ്റെ ഈ കുഞ്ഞിതായിട്ട് അരിഞ്ഞത് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം അതിൽ തീയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, കാരണം തീ കൂടി പോയാൽ അത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ പിന്നെ കോട്ട് ചെയ്തപ്പോൾ കുറച്ച് ചിക്കൻ്റെ കായം മസാലയിലേക്ക് ഒഴിച്ചിട്ടാണ്, കാരണം അത് അതിൽ വിട്ടു പോകുന്ന പോലെ തോന്നി. അപ്പം ആ മസാലയിൽ വെള്ളം കൂടെ വന്നപ്പം ഏകദേശം അത് സെറ്റായി. അപ്പോൾ അതായാലും ഫ്രൈ ചെയ്ത് ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആൻറ്റി മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കണ മന്തിൻ്റെ ഫ്ലേവർ കേട്ടോ. നമ്മളെ കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാട്ടോ എൻ്റെ ആൻറ്റി. സൂപ്പർ ടേസ്റ്റാണ്. ഒരു എന്താ പറയുക, ഒരു മീൻ കറി വെച്ചാൽ പോലും അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ മന്തിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, സ്മോക്ക് ചെയ്യണേ, അപ്പോൾ അത് റെഡിയാക്കി തന്നു. അങ്ങനെ നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞ ആ ഒരു ഭാഗം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിൽ സ്മോക്ക് ചെയ്ത ശേഷം കുറച്ച് നേരം നമ്മളത് വേവിച്ചു. പിന്നെ നമ്മളെ ചിക്കൻ ഫ്രൈ അവിടെ റെഡി ആവുന്നുണ്ട്. ഏതായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മന്തി. പിന്നെ ചിക്കൻ ഫ്രൈ വെച്ചിട്ട് ഒരു ഒതൻറ്റിക് ഡിഷാണ്. ഇതിൽ സോസസ് ഒന്നുമില്ല, തക്കാളി സോസോ ടൊമാറ്റോ സോസോ ഒന്നുമില്ല. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കുരുമുളക് പൊടി, ഉണക്കമുളക് ചെറുതാക്കി കട്ട് ചെയ്ത്, ഒരു 5-8 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട്, കുറച്ച് വലിയുള്ളി, ചീരുള്ളി, ക്യാപ്സിക്കം, ഈ 3 വെജിറ്റബിൾസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് നമ്മളത് വേവിച്ചെടുക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർത്തിട്ട് വേണം അതൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ അതിലേക്ക് കോട്ട് ചെയ്യാണ്. വേറെ എക്സ്ട്രാ സോസുകളൊന്നും ഒഴിച്ചെടുക്കണം. ഇത്തിരി ചുടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേവിക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ എന്നൊക്കെ കഴിക്കുമ്പോൾ സോസിൻ്റെ ടേസ്റ്റ്, ഇത് സോസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി. വയറ് ഫുള്ളായി. ഏതായാലും ഇങ്ങനൊരു ഫുഡ് ഒരുക്കി തന്നതിന് താങ്ക് യു.